ഇന്നത്തെ സ്പെഷ്യൽ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ഐറ്റമായ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈസി സാൻഡ്വിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സോസേജാണ് എടുത്തിട്ടുള്ളത്. സോസേജ് നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വാർത്തെടുക്കാം. എല്ലാം തിളപ്പിച്ച് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എരിവെല്ലാം ഇഷ്ടമാണെങ്കിൽ കുറച്ച് മുളക് പൊടി, പെപ്പർ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, സോസേജിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ്. ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 പീസ് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് തേച്ച് കൊടുക്കാം. കുറച്ച് കെച്ചപ്പ് കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് കൂടെ വെച്ച് കൊടുക്കാം. ചീസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ചീസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മയണൈസും കെച്ചപ്പുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പാനിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്